പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധ സഭ 3 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ 3 നോമ്പ് ആചരിക്കുന്ന ഒരു അനുഗ്രഹീത സമയത്തിലൂടെയാണ് സഭ കടന്നു പോവുക. 3 നോമ്പ് എന്ന് പറയുക ഒരു ചെറിയ നോയമ്പല്ല, മറിച്ച് അത് വലിയ നോയമ്പിലേക്കുള്ള ഒരു ആത്മീയ താക്കോല് നമുക്ക് നൽകുകയാണ്. മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ 3 നോയമ്പ് എന്ന് പറയുക വലിയ നോമ്പിലേക്കുള്ള ഒരു ആത്മീയ വാതിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ നടുവില് ആത്മീയതയ്ക്ക് ഒരു ഒരു കളറ് കുറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിനോടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നോമ്പുകൾ അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നും തിരിച്ചറിയാതെ ജനം എന്തിനോ വേണ്ടി ഓടുകയാണ്. ഈ ഒരു സമയത്ത് എബ്രായ ലേഖകൻ നമ്മളോട് പറയുന്ന ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വചനം ഇങ്ങനെ തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിന്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമുഖമായി ഈ 3 നോമ്പിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമ്മളോട് സംസാരിക്കുകയാണ്. ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. എതിർപ്പിന്റെ കാലത്തെന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. നമ്മള് ഈ 3 നോമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക യോന പ്രവാചകന്റെ പുസ്തകമാണ്. എന്നാൽ അതിന്റെ കാരണമെന്ന് പറയുക, യോന പ്രവചനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ നിനവേയിലെ ജനം നടത്തിയ 3 ദിവസത്തെ പശ്ചാത്താപം അല്ലെങ്കിൽ ആ നോമ്പിന്റെ കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണുക. ഇത് 4-5 നൂറ്റാണ്ടുകളിൽ ചരിത്രം പരിശോധിച്ചാൽ ചരിത്ര രേഖകളിൽ പോലും ഇത് കാണപ്പെടുന്ന ഒരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നോമ്പാണ്. പഴയ നിയമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബൈബിൾ അടിസ്ഥാനപരമായി 3 ദിവസത്തെ നോമ്പ് അഥവാ 3 ദിവസത്തെ ഉപവാസം എന്ന് പറയുക ഒരു ദൈവികമായ പദ്ധതിയായി നമുക്ക് കാണിച്ചു തരികയാണ്. അത് ഒന്നാമതായി യോന പ്രവചനത്തിൽ നിനവേയിലെ ജനത്തോട് യോന പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് യോന പ്രവാചകനിലൂടെ കേട്ട ജനം ദൈവത്തിന്റെ പദ്ധതിയെ നെഞ്ചിലേറ്റെടുക്കുകയാണ്. നമ്മൾ യോന പ്രവചനം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം കാണുമ്പോൾ നിനവേയിലെ ജനം ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ഉപവാസം പ്രഖ്യാപിച്ചു, വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കൊടുത്തു എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. അതിന്റെ ഫലം എന്തായി മാറി? ഒരു വിധിയിൽ നിന്ന് നിനവേയിലെ ജനത്തെ നശിപ്പിക്കുമെന്നുള്ള ദൈവത്തിന്റെ പ്ലാന് ദൈവം മാറ്റിവെക്കുകയാണ്. ഒരു വിധിയിൽ നിന്നും നിനവേയിലെ ജനം രക്ഷ നേടുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, രണ്ടാമതായി നമ്മൾ പഴയ നിയമത്തിൽ എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ മൊർദെഖായിയും എസ്തേറും തമ്മിലുള്ള ഒരു സംസാരം, അതിന് മൊർദെഖായിയോട് എസ്തേർ പറയുന്ന ഒരു കാര്യമാണ് 16-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. അതിങ്ങനെയാണ്: നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. എന്നിട്ട് പറയുകയാണ്, ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിന്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഒരു പ്രതികൂലം കടന്നു വന്ന് യഹൂദ ജനത്തിനെതിരെ വിധി പ്രസ്താവിക്കുന്ന ഒരു സാധ്യതയും സാഹചര്യവും ഉടലെടുക്കുമ്പോൾ 3 ദിവസത്തെ ഉപവാസം എസ്തേറും മൊർദെഖായിയും യഹൂദ ജനവും പ്രഖ്യാപിക്കുകയാണ്. ആ ഉപവാസത്തിന്റെ ഫലമെന്ന് പറയുക അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ യഹൂദ ജനവും രക്ഷ പ്രാപിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ പറ്റും.
മൂന്നാമതായി ഹോസിയ പ്രവചനം 6-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അവിടെ ഇങ്ങനെയാണ് ബൈബിള് പറയുക, 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും. 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. നാം അവിടുത്തെ സന്നിധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 3-ാം ദിവസം ഉയർപ്പിന്റെ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു വാക്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. 3 ദിവസം മരണത്തിലൂടെ കടന്നുപോയി പിന്നീട് ജീവനിലേക്ക് കടന്നു വരുന്ന ഒരു അനുഗ്രഹം നമ്മളിവിടെ കാണുകയാണ്. 3 നോൻപിന്റെ ഹൃദയം എന്ന് പറയുന്നത് യോനാ പ്രവചന പുസ്തകമാണ്. യോനാ പ്രവചനം 3:5 നമ്മളത് കണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ എന്താണ് കണ്ടത്? നിനവേയിലെ ജനം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉപവാസം അഥവാ നോമ്പ് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ആത്മീയ സത്യമെന്ന് പറയുന്നത് 3 ദിവസത്തെ നോമ്പ് ആ പ്രവാചകന്റെ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ ജനം പ്രഖ്യാപിക്കുകയാണ്. അപ്പോ വലിയവരും ചെറിയവരും രാജാവും കുഞ്ഞുങ്ങളും കന്നുകാലികളും ഉൾപ്പെടെ ചാക്കുടുത്ത് ചാരം പൂശി ദൈവത്തിന്റെ സന്നിധിയിൽ അനുതപിച്ച് എളിമപ്പെട്ട് തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ആ ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ വാക്കുകേട്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് അവർ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ പാപ സാഹചര്യങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുവാൻ തീരുമാനമെടുക്കുകയും പ്രാർത്ഥിച്ച് അങ്ങനെ കടന്നു പോവുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ 3-ാമതായി മനസ്സിന്റെ ഒരു പരിവർത്തനം കടന്നു വരികയാണ്. അപ്പോ ദൈവം തന്റെ വിധി മാറ്റി നിനവേയിലെ ജനത്തോട് കരുണ കാണിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ജനമേ, യോനാ പ്രവചനം 3:10 നമുക്കത് കാണുവാൻ പറ്റും. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് ദൈവം കണ്ട് ആ ദൈവത്തിന്റെ മനസ്സു മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം അതിരറ്റ കരുണയാണ് നിനവേയിലെ ജനത്തോട്. നിനവേയിലെ ജനത്തോട് എന്ന് പറയുമ്പോൾ പശ്ചാത്തപിച്ച, ചാക്കുടുത്തു ചാരം പൂശി ദൈവസന്നിധിയിലേക്ക് അനുതാപത്തോടുകൂടി തിരികെ വന്ന പാപപ്രവൃത്തികളെ ഉപേക്ഷിച്ച ജനത്തോട് ദൈവം കരുണ കാണിച്ചു. 3 നോമ്പെന്ന് പറയുക, അല്ലെങ്കിൽ 3 ദിവസത്തെ നോമ്പെന്ന് പറയുക ദൈവത്തിന്റെ മനസ്സു മാറ്റാനല്ല, മറിച്ച് നമ്മളുടെ പാപത്തിന്റെ പ്രവൃത്തികളെ നമുക്കൊരു മനപരിവർത്തനം ഉണ്ടാകുവാൻ, മനസ്സാന്തരം ഉണ്ടാകുവാൻ, നമ്മളുടെ പാപപ്രവൃത്തികളെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മളെന്ന് അഭിമുഖീകരിക്കുന്ന പ്രതികൂലമായ എല്ലാ പ്രതിസന്ധികളും മാറുവാൻ സഭയൊരുമിച്ച്, ഇടവക ഒന്നിച്ച്, കുടുംബം ഒന്നിച്ച് ദൈവിക പദ്ധതിയിൽ നമ്മൾ അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്ന വിധത്തിൽ ഈ 3 നോമ്പിനെ നമ്മൾ ഏറ്റെടുത്താൽ അത് നമ്മളുടെ ആത്മവിശുദ്ധീകരണത്തിന് കാരണമാകും. അത് നമ്മുടെ സഭയിൽ ഒരു ഉണർവിന് കാരണമാകും. ഇടവകയില് അനിശ്ചിതത്വത്തിനും ഭിന്നതയ്ക്കും പകരം അനുഗ്രഹമുള്ള ഒത്തൊരുമയോടുകൂടി കടന്നു പോകുന്ന ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനമായി നമ്മളെ ദൈവം മാറ്റും. അതുകൊണ്ട് ഈ 3 നോമ്പ് നമ്മളുടെ ആത്മവിശുദ്ധീകരണ ഒരു സാധ്യതയാണ് എന്ന് തിരിച്ചറിയുക. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മൾ പരിശോധിച്ചാൽ യോനായുമായി അത് ബന്ധിപ്പിക്കുന്നത് കാണുവാൻ പറ്റും. അതായത് യോനായും യേശുവും തമ്മിൽ സാമ്യമുള്ള ഒരു സാക്ഷ്യമായി നമുക്കിത് കാണുവാൻ പറ്റും. അത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 39-40 വാക്യങ്ങളിലേക്ക് കടന്നു വന്നാൽ, നിയമജ്ഞരും ഫരിസേയരും യേശുക്രിസ്തുവിനോട് അടയാളം അന്വേഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അതിന് നിയമജ്ഞരോടും ഫരിസേയരോടും യേശുക്രിസ്തു കൊടുക്കുന്ന മറുപടിയാണ്, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും
തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തു അത് പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം, പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ തിമിംഗലത്തിന്റെ അല്ലെങ്കിൽ ആ മത്സ്യത്തിന്റെ ഉള്ളിൽ 3 ദിവസം കടന്നുപോയി. യേശുക്രിസ്തു ഖബറിനുള്ളിൽ 3 ദിവസം കടന്നു പോകുമെന്നുള്ള ഒരു സാക്ഷ്യമാണ് അവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുക. നിനവയിലെ ജനത്തിന് ആ നഗരത്തോട് ദൈവം ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നതിൽ നിന്നും രക്ഷ ലഭിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ച് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടപ്പോൾ. എന്നാൽ ഇന്ന് ലോകം മുഴുവനുമുള്ള ജനത്തിന് യേശുക്രിസ്തു കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ നിത്യമായ രക്ഷ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, 3 നോമ്പ് ക്രൂസിലേക്കുള്ള യാത്രയുടെ ഒരുക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്തെന്ന് തിരിച്ചറിയാതെ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് നമ്മൾ അതും ഇതും കേട്ട് അവിടെയും ഇവിടെയും ഓടി നമ്മുടെ ഇടവകയിൽ 3 നോമ്പ് നമ്മൾ ആചരിക്കുമ്പോൾ അത് വലിയ നോമ്പിലേക്കുള്ള ആത്മീകമായ വിളിയാണ് എന്ന് പറയുന്ന ആത്മീയ വശമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ 3 നോമ്പ് നമ്മുടെ ബോധവൽക്കരണത്തിന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. എന്നാൽ വലിയ നോമ്പിലേക്ക് അത് കടന്നു ചെല്ലുമ്പോൾ അത് നമ്മളുടെ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. അപ്പം 3 നോമ്പ് ബോധവൽക്കരണമാണെങ്കിൽ വലിയ നോമ്പ് പരിവർത്തനമാണ്. 3 നോമ്പ് ഒരു വിളിയാണെങ്കിൽ വലിയ നോമ്പ് കാൽവരിയിലേക്കുള്ള യാത്രയ്ക്കുള്ള വിളിയാണ്. 3 നോമ്പ് പശ്ചാത്താപത്തിന്റെ സമയമാണെങ്കിൽ വലിയ നോമ്പ് വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. അതുകൊണ്ടാണ് ജോയൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നത്, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവീനെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് തുടരുകയാണ്, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവേൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ് എന്ന് ജോയൽ പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. എന്നാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഓർത്തുകൊള്ളുക. നിനവയിലെ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, നിനവയിലെ ജനം യോന പ്രവാചകന്റെ വാക്കുകേട്ട് പശ്ചാത്തപിച്ച് അവര് ചാക്കുടുത്തു ചാരം പൂശി ദൈവസന്നിധിയിൽ അനുതപിച്ചു എങ്കിൽ ഇന്നത്തെ ജനം, ഇന്നത്തെ ഈ ലോകം യേശുക്രിസ്തുവിന്റെ കുരിശുമരണം കണ്ടിട്ടും പരിശുദ്ധ സഭ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചത് മനസ്സിലാക്കിയിട്ടും ജീവിതം മാറുന്നില്ല, അനുദപിക്കുന്നില്ല, അല്ലെങ്കിൽ അനുദപിക്കുവാൻ കൂട്ടാക്കാതെ ഇന്നും അന്ധകാരത്തിന്റെ ശക്തിയുടെ പിടിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെയാണ് 3 നോമ്പ് നമ്മളോട് ചോദിക്കുന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം. അതെന്താണ്? യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതും പോട്ടെ, നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടത് ഈ 3 നോമ്പിന്റെ സമയത്താണ്. കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും, ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുകയാണ്, ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലും അത് നിപതിക്കും. ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന് ഒരുങ്ങുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് 3 നോമ്പെന്ന് പറയുക.
അതിനുശേഷം വീണ്ടും 35-ാമത്തെ വാക്യം ഇങ്ങനെ വിശുദ്ധ ലൂക്കോസ് 21:35 പറയുകയാണ്, സംഭവിക്കുവാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവില് ലോകം മുഴുവനും അതിന്റെ ഓരോ തെളിവുകള് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ, സൂര്യൻ പോലും അസഹനീയമായ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതികളും പ്രകൃതി പോലും ഇന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ തിരിച്ചറിയുവാൻ ഇന്ന് നിനവേയിലെ ജനം അവർക്ക് കടന്നു വരുമെന്ന് അവർ വിചാരിച്ച വിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നതുപോലെ ഇന്ന് ക്രിസ്തുവിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അവസരമാണ് ഈ 3 നോമ്പെന്ന് പറയുക. യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മരിച്ച് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ തന്റെ മരണത്താൽ മാറ്റി എന്ന് വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റെടുത്ത് കുരിശു മരണത്തിലൂടെ യേശുക്രിസ്തു എന്നെ നിത്യമായ ഒരു മരണത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുവാൻ പശ്ചാത്തപിച്ച് ഒരു പുതിയ സൃഷ്ടിയായി മാറി യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ജനമായി നമ്മൾ മാറിയില്ലെങ്കിൽ, നമ്മൾ ഒരുങ്ങിയില്ല എങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, അന്ത്യവിധിയിൽ നമ്മൾ നഷ്ടമാകും എന്ന് തിരിച്ചറിയുവാൻ ഈ 3 നോമ്പ് നമുക്ക് ഒരു അവസരം കൂടി തരികയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ ഇന്ന് നമ്മളൊന്ന് വിലയിരുത്തിയേ മതിയാകൂ. നമ്മുടെ പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നേ മതിയാകൂ. എന്ന് വെച്ചാൽ ഈ 3 നോയമ്പ് വലിയ നോമ്പിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു വിളി നമ്മിൽ തുടങ്ങുമ്പോൾ അതിലേക്ക്, ആ വലിയ നോമ്പിലേക്ക് ഒരു പരിശുദ്ധമായ വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി പ്രവേശിക്കുവാൻ ഈ 3 നോമ്പിനെ നമ്മൾ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ വഴികൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. എവിടെയെങ്കിലും തിരുത്തപ്പെടേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ കർത്താവിങ്കിലേക്ക് തിരിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം നിങ്ങളെ രക്ഷിക്കത്തില്ല. ലോകത്തുള്ള ഒരു മതങ്ങളും നിങ്ങളെ രക്ഷിക്കത്തില്ല. നിങ്ങളെ രക്ഷിക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നിനവേയിലെ ജനത്തിന്റെ നിലവിളി അതിന്റെ കാരണമായത് യോനാ പ്രവാചകന്റെ സന്ദേശമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ നിഴൽ രണ്ടാം വരവിന്റെ മുന്നറിയിപ്പാണ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ മുന്നറിയിപ്പാണ് കുരിശിൽ നമ്മൾ കാണുന്ന ആ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുക. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് രൂപാന്തരീകരണം ഉണ്ടാകണം. അതിനുശേഷം യേശുക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ചുമ്മാതല്ല സെന്റ് പോള് യേശുക്രിസ്തുവിനെ ധരിക്കണമെന്ന് റോമാലേഖനം 13:14 നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലത് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ഇന്ന് ഞാൻ ഒരു വെള്ളയുടുപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളയുടുപ്പ് ഞാൻ ധരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ എന്നിലൂടെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണുവാൻ പറ്റും. അതായിരിക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. അതിന് റോമാലേഖനം 13:12-13 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ
അസൂയയിലോ വ്യാപരിക്കരുത്. ഇന്ന് നമ്മൾ വ്യാപരിക്കുന്നത് ഈ പറഞ്ഞ മേഖലകളിലൂടെയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഉപേക്ഷിക്കണം. ഇതെല്ലാം ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ധരിക്കണം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചാൽ മറ്റുള്ളവർക്ക് നാം ധരിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന സത്യദൈവത്തെ കാണുവാൻ പറ്റും. കാരണം യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണ്. ഹല്ലേലൂയ. യേശു മാത്രമാണ് ഏകരക്ഷകൻ. അവനിലൂടെ അല്ലാതെ നമുക്ക് നിത്യതയിലേക്ക് ചെല്ലുവാൻ മറ്റൊരു സാധ്യതയില്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അതുകൊണ്ട് നമ്മള് ഇന്ന് 3 നോമ്പ് ഏറ്റെടുക്കുമ്പോ ഇന്ന് നോമ്പ് 3 ദിവസം ഇതൊരു വിളിയാണ്. നാളെ നോമ്പ് 40 ദിവസം നമ്മളെ നീതീകരിക്കാൻ അവസാനം നിത്യജീവൻ അവകാശമായി നമുക്ക് ലഭിക്കും. അത് നമ്മളെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, റോമാലേഖനം 8:30 ഇങ്ങനെ പറയുന്നുണ്ട്: താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഈ 3 മേഖലകള്, ഈ 3 സാഹചര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറക്കരുത്. 3 നോമ്പ് ഒരു വിളിയാണ്. 40 ദിവസത്തെ നോമ്പ് അത് നമ്മളെ നീതീകരിക്കുന്നതാണ്. അവസാനം നിത്യജീവൻ മഹത്വപ്പെടുത്തുന്നതാണ്. അതാണ് സെന്റ് പോള് 8:30 റോമാലേഖനത്തിൽ പഠിപ്പിക്കുക. വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തോടൊപ്പം നിത്യജീവനിൽ ആ മഹത്വത്തിൽ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാനാണ്. അതിന് സഭ നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളെ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഈ സമയം അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവുമായി ഒരു സ്നേഹത്തിൽ യേശുക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് കടന്നു പോകുവാൻ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് ഈ സത്യം മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 3 നോമ്പിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കുടുംബത്തിലേക്ക് വ്യക്തിപരമായും സഭയായും ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.